പത്തനംതിട്ടയിൽ മരിച്ചയാളുടെ പേരിൽ വോട്ട് രേഖപ്പെടുത്തി. 6 വർഷം മുൻപ് മരിച്ച മെഴുവേലി സ്വദേശി അന്നമ്മയുടെ പേരിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വീട്ടിലെ വോട്ട് പ്രക്രിയ വഴി കോൺഗ്രസ് വാർഡ് മെമ്പറും BLOയും ചേർന്ന് അട്ടിമറി നടത്തി എന്നാണ് പരാതി. എസ് ശ്യാംകുമാറുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ശ്യാം, എന്താണ് സംഭവിച്ചത്? ഉന്മേഷെ 6 വർഷം മുമ്പാണ് 94 വയസ്സുകാരി അന്നമ്മ മരിക്കുന്നത്. ഇവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ 874 എന്ന ക്രമനമ്പറിലാണ് വോട്ടുള്ളത്. അത് ഒഴിവാക്കപ്പെട്ടിരുന്നില്ല. ഇതേ വീട്ടിലെത്തിയാണ് ആ പ്രദേശത്തെ BLO ആയ അമ്പിളിയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും 18-ാം തീയതി, ഈ മാസം 18-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിയോട് വീട്ടിലെത്തുകയും ഇവരുടെ മകൻ്റെ ഭാര്യയുടെ പേരും അന്നമ്മയെന്നാണ്. ആ അന്നമ്മയെ കൊണ്ട് മരിച്ചുപോയ അന്നമ്മയ്ക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഏതായാലും LDF ആണ് ഇതിൽ പരാതി നൽകിയിരിക്കുന്നത്. പ്രദേശത്തെ മെഴുവേലി പഞ്ചായത്തിലെ 1-ാം വാർഡ് മെമ്പർ ശുഭാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഇവരുടെ കൂടെ എത്തിയിരുന്നു. ഈ സ്ത്രീ 6 വർഷം മുമ്പ് മരിച്ചതാണെന്ന് BLO ആയ അമ്പിളിക്കും വാർഡ് മെമ്പർക്കും ഉൾപ്പെടെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണ് ഈ കള്ളവോട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് LDF നൽകിയ പരാതിയിൽ ഇപ്പോൾ പത്തനംതിട്ട കളക്ടറേറ്റിൽ BLOയും റിട്ടേണിംഗ് ഓഫീസറെയും അടക്കമുള്ളവരെ തെളിവെടുപ്പിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഈ മരിച്ച ആളുടെ പേരിൽ കള്ളവോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. നമുക്ക് ആ വോട്ടേഴ്സ് ക്രമപട്ടികയിൽ തന്നെ കാണാം. 874 95 വയസ്സുണ്ടായിരുന്നപ്പോൾ അന്നമ്മയുടെ പ്രായം, അവരുടെ ക്രമനമ്പർ 876 ഇപ്പോൾ കള്ളവോട്ട് ചെയ്തിരിക്കുന്ന 65 വയസ്സുകാരിയായ അന്നമ്മയുടെ പ്രായം. അതായത് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് എന്തായാലും വീട്ടിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 95 വയസ്സുകാരിയുടെ പേരിൽ കള്ളവോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ഈ പരാതിയാണ് പരിശോധിച്ച് ശരിയെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് BLO ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവെടുപ്പിന് വേണ്ടി വിളിച്ചിരിക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്ന ഗുരുതരമായ വീഴ്ചയാണ്. മരിച്ച 6 വർഷം കഴിഞ്ഞ ഒരാളുടെ പേരിൽ കള്ളവോട്ട് ചെയ്യുക. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിരിക്കും ഇത്തരത്തിലൊരു കള്ളവോട്ട് നടന്നിട്ടുണ്ടാകുക. മരിച്ച 6 വർഷം കഴിഞ്ഞ ഒരാളുടെ പേരിൽ കള്ളവോട്ട് ചെയ്യുക, അതിൽ ഒരു ജനപ്രതിനിധി കൂടി ആ സ്ഥലത്ത് എത്തിയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗൗരവകരമായ ആരോപണം. ഏതായാലും കള്ളവോട്ട് നടന്നു എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. അതിൽ തെളിവെടുപ്പ് ഇപ്പോൾ നടക്കുകയാണ് കളക്ടറേറ്റിൽ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കർശന നടപടികൾ ഉണ്ടാകും. BLOയ്ക്ക് മാത്രമല്ല, റിട്ടേണിംഗ് ഓഫീസർക്കും പോളിംഗ് ഓഫീസർക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ അറിവുണ്ടോ എന്നുള്ളതാണ് പരാതി നൽകിയിരിക്കുന്നത്. LDFന്റെ ബൂത്ത് സെക്രട്ടറി ജയയാണ്. അവരെ ഉൾപ്പെടെ തെളിവെടുപ്പിനെ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഗൗരവമായ ഒരു കള്ളവോട്ടാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ലോക്സഭാ ഇലക്ഷന്റെ ഭാഗമായി നടന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളാണ് ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിടുന്നത്. ഏതായാലും കള്ളവോട്ട് നടന്നിരിക്കുന്നുവെന്ന് ഇലക്ഷൻ കമ്മീഷൻ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് നടക്കുകയാണ്. ഉന്മേഷ്, ശ്യാംകുമാർ, ഇപ്പോൾ ഈ ഇത്തരത്തിൽ മരിച്ച ആളുകളുടെയൊക്കെ പേര് നീക്കം ചെയ്യേണ്ടതാണ്. അത് കൃത്യസമയത്ത് ആ നിലയ്ക്ക് നടക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ പേര് വന്നു. അപ്പോൾ വീട്ടിൽ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ മറ്റൊരാൾ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. അതായത് കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ അറിവുണ്ടായിട്ടും ഈ ബൂത്ത് ലെവൽ ഓഫീസർ അടക്കം ഇതിന് കൂട്ടുനിന്നു എന്നുള്ളതാണോ, അതോ അവരുടെ അറിവിൽപ്പെടാതെ പോയ കാര്യമാണോ ശ്യാംകുമാർ? ഉന്മേഷ, ഈ ബൂത്ത് ലെവൽ ഓഫീസർ അമ്പിളിയുമായി അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യം, തെറ്റുപറ്റിപ്പോയി, അത് സംഭവിച്ചു പോയി എന്നുള്ളത് മാത്രമാണ് അവർ പറയാനുള്ളത്. അതായത് 6 വർഷമായിട്ട് ഒരു അംഗനവാടി ടീച്ചർക്ക്, എല്ലാ പ്രദേശത്തുമുള്ള അംഗനവാടിയിലേക്ക് ടീച്ചർമാർക്കും അവിടുത്തെ വർക്കർമാർക്കും ഒക്കെ ആ പ്രദേശത്തെ എല്ലാവരെയും അറിയാം. പ്രത്യേകിച്ച് അവിടുത്തെ വാർഡ് മെമ്പർക്ക് എന്തായാലും അവരെയൊക്കെ അറിയണം. കാരണം ഓരോ വോട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ നിർണായകമാണ്. അതുതന്നെ 6 വർഷം മുമ്പ് മരിച്ച ഒരാളെക്കുറിച്ച് അറിയില്ല എന്ന് ഇവർ പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആൾ മരിച്ചു എന്ന് BLO സമ്മതിക്കുന്നുമുണ്ട്. അവർക്കിത് അറിയാമായിരുന്നു എന്നും അവർ നമ്മളോട് തന്നെ പറയുന്നുണ്ട്. ഏതായാലും ഈ അറിവ് ഉണ്ടായിട്ടാണ് അതേ പേരിലുള്ള മരിച്ചയാളുടെ മകൻ്റെ ഭാര്യയെ കൊണ്ട് ഈ മരിച്ചയാൾക്ക് വേണ്ടി വോട്ട് ചെയ്യിച്ചിരിക്കുന്നത്. അതായത് 6 വർഷം മുമ്പ് മരിച്ച ഒരാളുടെ പേരിൽ കള്ളവോട്ട് നടന്നുവെന്ന് സമ്മതിക്കുന്നത് BLO തന്നെയാണ്. സ്വാഭാവികമായിട്ടും LDF നൽകിയ പരാതിയിൽ പറയുന്നത് പഞ്ചായത്ത് മെമ്പർക്കും ഇതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട്, അത് അന്വേഷിക്കണം എന്നുള്ളതാണ് LDFന്റെ ബൂത്ത് ഏജന്റ് ജയ നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിലാണ് ഇപ്പോൾ തുടർ നടപടികൾ ഉണ്ടാകുകയും BLOയെയും മറ്റ് തെരഞ്ഞെടുപ്പ് ഓഫീസർമാരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഗൗരവകരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനുള്ള കള്ളവോട്ടാണ് അവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് വകുപ്പ് തല നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യം ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് 6 വർഷം മുമ്പ് മരിച്ച സംസ്കാരം നടന്ന ഒരാളുടെ പേരിലുള്ള കള്ളവോട്ടാണ്. ശരി, എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.